ഫുക്രിയിലേക്ക് സ്വാഗതം. തഹസിൻ മുഹമ്മദ് ജംഷീദ് എന്ന കണ്ണൂരുകാരൻ ലോകകപ്പിൽ കളിക്കും. ഖത്തറിന് വേണ്ടിയാണ് കളിക്കുക. അതൊക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. രണ്ട് സ്റ്റോറികൾ ഫുക്രി തന്നെ തഹസിനെ കുറിച്ച് ചെയ്തിരുന്നു. ആദ്യം 55-അംഗ സ്ക്വാഡിൽ, പ്രാഥമിക സ്ക്വാഡിൽ ഉൾപ്പെട്ടപ്പോഴും, പിന്നീട് കഴിഞ്ഞ ദിവസം 26-അംഗ സ്ക്വാഡിൽ ഉൾപ്പെട്ടപ്പോഴും തഹസിനെ കുറിച്ച് നമ്മൾ സ്റ്റോറി ചെയ്തിരുന്നു. ഇനി തഹസിൻ്റെ മറ്റ് കാര്യങ്ങളെക്കുറിച്ച് അറിയാനായിരിക്കും പ്രേക്ഷകർക്ക് താല്പര്യം. തഹസിൻ എങ്ങനെയാണ് വളർന്നു വന്നത്, എങ്ങനെയാണ് ഫുട്ബോളിലേക്ക് വന്നത് എന്നൊക്കെ അറിയാനുള്ളൊരു താല്പര്യം തീർച്ചയായിട്ടും ഉണ്ടാകും. അതെങ്ങനെയാണ് എന്നൊന്നും നമുക്ക് പരിശോധിക്കാം. തഹസിൻ ദോഹയിലെ നോബിൾ ഇൻ്റർനാഷണൽ സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആളാണ്. പിന്നീട് ഫുട്ബോളിനോടുള്ള തഹസിൻ്റെ ആവേശം ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കിയത് അദ്ദേഹത്തിൻ്റെ പിതാവ് ജംഷീദ് മുഴുവൻ സമയം മുൻപ് ഒരു കളിക്കാരനായിരുന്നു, ഫുട്ബോൾ കളിക്കാരനായിരുന്നു. അതിൻ്റെ ഒരു സ്റ്റോറി നമ്മൾ വേറെ ചെയ്യുന്നുണ്ട്. ജംഷീദിനെ കുറിച്ചുള്ള, അതായത് പിതാവിനെ കുറിച്ചുള്ള, തഹസിൻ്റെ പിതാവിനെ കുറിച്ചുള്ള ഒരു സ്റ്റോറി നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൽ വിശദമായി ആ കാര്യങ്ങളെല്ലാം പറയാം. അപ്പോൾ തഹസിൻ്റെ ഈ താല്പര്യം ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കിയത് ജംഷീദായിരുന്നു. ജംഷീദ് മകനെ ആ നിലയിൽ തന്നെ പ്രോത്സാഹിപ്പിച്ചു. ജംഷീദ് ജോലി ചെയ്യുന്ന കമ്പനിക്ക് കീഴിലുള്ള ഷെയ്ഖ് ഫൈസൽ ബിൻ ഖാസിം സ്പോർട്സ് അക്കാദമിയിൽ തഹസിനെ ചേർക്കുകയാണ് ചെയ്തത് ആദ്യം തന്നെ. പിന്നീട് ഖത്തറിലെ പ്രശസ്തമായ ഫുട്ബോൾ പരിശീലന കേന്ദ്രമായ ആസ്പർ അക്കാദമി എന്ന് പറയുന്നത് ആസ്പയർ അക്കാദമിയാണ്. ആസ്പർ അക്കാദമി അല്ല, ആസ്പയർ അക്കാദമി എന്ന് പറയുന്നത് ഖത്തറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫുട്ബോൾ അക്കാദമിയാണ്. അവിടുത്തെ ഫുട്ബോൾ പ്രതിഭകളെ ഇത്രമാത്രം തേച്ചു നിൽക്കുന്ന ഒരു അക്കാദമിയാണ് ആസ്പയർ അക്കാദമി. അവിടെ ചേരുകയാണ്. ഇതോടെ ആസ്പയറിലെത്തിയതോടെ തഹസിൻ്റെ പ്രതിഭ ശരിയായ അർത്ഥത്തിൽ തേച്ചു നിൽക്കപ്പെട്ടു. അദ്ദേഹം വേൾഡ് ക്ലാസ്സായി മാറി ആസ്പയറിൽ എത്തിയതിന് ശേഷം, ആസ്പയറിലെ പരിശീലനത്തിന് ശേഷം. ഖത്തർ ദേശീയ ടീമിലേക്ക് കുറേയധികം പ്രതിഭകളെ സംഭാവന ചെയ്തിട്ടുള്ള ഒരു അക്കാദമിയാണ് ആസ്പയർ. അപ്പോൾ അതുകൊണ്ട് തന്നെ തഹസീനും ഖത്തറിന് വേണ്ടി കളിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായിരുന്നു. അതിവേഗത്തിലുള്ള അദ്ദേഹത്തിൻ്റെ കളി മികവ്, ഡ്രിബ്ലിംഗ് മികവാണ് പ്രധാനമായിട്ട് തഹസിൻ്റെ. അതുപോലെ തന്നെ അതിവേഗം ഓടിക്കയറുന്ന വിങ്ങറാണ് തഹസിൻ. വിങ്ങറായിട്ട് അതിവേഗം മുന്നിലേക്ക് ഓടിക്കയറി മുന്നിൽ ഒരു സ്പേസ് ഉണ്ടാക്കി ഗോളടിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്ന മികച്ച കളിക്കാരനാണ് തഹസിൻ. അപ്പോൾ തഹസിൻ നോർമലി പൊതുവേ അദ്ദേഹത്തിന് ഇടത് വിങ്ങാണ് താല്പര്യം, ഇടത് വിങ്ങാണ് ഇഷ്ടം. പക്ഷേ രണ്ട് വിങ്ങിലും അദ്ദേഹത്തെ കളിപ്പിക്കാൻ കഴിയും, രണ്ട് വിങ്ങിലും കളിക്കാറുമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇഷ്ടം ഇടത് വിങ്ങാണെന്നേ ഉള്ളൂ. പക്ഷെ വിങ്ങർ എന്ന നിലയിൽ അതിവേഗം ഓട്ടമാണ്, അതിവേഗതയിൽ ഓടാനുള്ള കഴിവ് ഗംഭീരമാണ് തഹസിൻ്റെ. അതാണ്, അതും ഡ്രിബ്ലിംഗ് മികവും, ഈ ഓട്ടവും ഡ്രിബിൾ ചെയ്യാനുള്ള കഴിവും, വെട്ടി മാറി ഒതുങ്ങിപ്പോകാനുള്ള കഴിവും തഹസിനെ മികച്ചൊരു കളിക്കാരനാക്കി മാറ്റി. പിന്നീട് വിങ്ങറായും ഫോർവേഡായും അദ്ദേഹം കളിച്ചു. ഖത്തറിൻ്റെ അണ്ടർ-16, അണ്ടർ-19, അണ്ടർ-23 ടീമുകൾ വരെ എത്തി. അങ്ങനെ ഖത്തറിൻ്റെ ശരിയായ പ്രോസസ്സിലൂടെയാണ് വന്നത്. ഖത്തറിൽ ചെറുപ്പം മുതൽ കളിച്ചു വളർന്നിട്ടാണ് അദ്ദേഹം കയറി വരുന്നത്. ആസ്പയർ അക്കാദമിയിൽ നിന്ന് പ്ലെയർ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ ഭാഗമായി സ്പെയിനിലേക്ക് അയച്ച 3 കളിക്കാരിൽ ഒരാളായിരുന്നു തഹസിൻ. പ്ലെയർ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് 3 കളിക്കാരെ സ്പെയിനിലേക്ക് അയച്ചു ഖത്തർ. അതിലൊന്ന് തഹസിനായിരുന്നു. പിന്നീട് സ്പെയിനിലെ 3-ാം ഡിവിഷൻ ഫുട്ബോൾ ക്ലബ്ബ് AD അൽക്കോർണിലേക്കാണ് തഹസിൻ പോയത്. അൽക്കോർക്കോൺ B ടീമിൻ്റെ ഭാഗമായി 3 മത്സരങ്ങൾ കളിച്ചു, 1 ഗോളും നേടി. സ്പീഡ് കൊണ്ടും സാങ്കേതികത കൊണ്ടും മികച്ച കളിക്കാരനാണ് തഹസിൻ എന്ന് ഈ കാലയളവിൽ അദ്ദേഹം ലോകത്തിന് മുന്നിൽ തെളിയിച്ചു. അങ്ങനെയൊക്കെയാണ് അദ്ദേഹം കയറി വരുന്നത്. അദ്ദേഹം ഈ നിലയിലേക്ക് ഇപ്പോൾ ലോകകപ്പ് കളിക്കാൻ പാകത്തിലേക്ക് ഒരുങ്ങുന്നത് ഈ അർത്ഥത്തിൽ ഒരു വലിയ ഒരു ചരിത്രം, വലിയ ഒരു കഠിനാധ്വാനത്തിൻ്റെ ചരിത്രമുണ്ട് തഹസിൻ്റെ ഈ കയറി വരവിന്. അപ്പോൾ അത് പ്രധാനപ്പെട്ടതാണ്. പിന്നീട് ഖത്തറിലെ സ്റ്റാർസ് ലീഗിൽ കളിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ വംശജനാണ്, മലയാളി കൂടിയല്ല, ഇന്ത്യൻ വംശജനാണ് തഹസിൻ എന്നത് നമ്മൾ പ്രത്യേകം ഓർക്കണം. അൽ ദുഹൈൽ എന്ന ക്ലബിന് വേണ്ടിയിട്ടാണ് തഹസിൻ അവിടെ കളിക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം 2024 അഫ്ഗാനിസ്ഥാനെതിരായ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിലാണ് ആദ്യമായിട്ട് ഖത്തറിന് വേണ്ടി കളിക്കുന്നത്.